Welcome to BSc Complementary Electronics. Today we see the feedback amplifiers class number E5. Advantages of negative feedback. Advantages of negative feedback. This is BSc Complementary Electronics for Physics main students, semester 3. അപ്പോൾ ഇത് കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് ആണ് BSc മെയിൻ ഫിസിക്സുകാരുടെ വിഷയമാണ് സെമിസ്റ്റർ 3. അപ്പോൾ ഇന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ള ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 15 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 5 പോയിൻ്റാണ് ഇവിടെ, 5-6 പോയിൻ്റാണ് നമ്മളിവിടെ പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ മേന്മകൾ എന്തല്ല. ഒരു ആംപ്ലിഫയറിനെ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തിയാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തല്ല. നമ്മൾ നേരത്തെ ബിഗിനിങ്ങിൽ പറഞ്ഞിരുന്നു, പോസിറ്റീവ് ഫീഡ്ബാക്ക് നടത്തിയാൽ ഗെയിൻ കൂടും. ഒരു ആംപ്ലിഫയർ പോസിറ്റീവ് ഫീഡ്ബാക്ക് നടത്തിയാൽ ഗെയിൻ കൂടും, നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തിയാൽ ഗെയിൻ കുറയുമെങ്കിലും അതിന് മറ്റ് പല അഡ്വാൻറ്റേജും ഉണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്കിന് ആംപ്ലിഫയറിന് ഗെയിൻ അല്പം കുറഞ്ഞാലും അതിൻ്റെ അഡ്വാൻറ്റേജസ് വളരെ വലുതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണ്. ഹിയർ വി ഡിസ്കസ് ദി അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. There are 6 main advantages. They are: number 1, stabilization of gain; number 2, noise reduction; number 3, improvement of frequency response; number 4, improvement of linearity and signal handling capacity of amplifier; number 5, reduction in distortion; number 6, change in input and output impedances. IRP input and ORP short form ആണ്, input and output impedances. So what are the advantages of negative feedback? They are: 1, stabilization of gain; number 2, noise reduction; number 3, improvement of frequency response; number 4, improvement of linearity and signal handling capacity of amplifier; number 5, reduction in distortion; number 6, change in the input and output impedances. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ഈ പറയുന്നതാണ്. 1, സ്റ്റെബിലൈസേഷൻ ഗെയിൻ; 2, നോയ്സ് റിഡക്ഷൻ, നോയ്സ് കുറയുന്നത്; 3, ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസിന് കർവിന് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നത്; 4, ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ലീനിയാരിറ്റി ആൻഡ് സിഗ്നൽ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി, സിഗ്നൽ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും, ലീനിയാരിറ്റി മെച്ചപ്പെടും; റിഡക്ഷൻ ഡിസ്റ്റോർഷൻ വോൾട്ടേജ് കുറയും. പിന്നെ പറയുന്നത് റിഡക്ഷൻ ഡിസ്റ്റോർഷൻ അത് കുറയും. പിന്നെ ചേഞ്ച് ഇൻ ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, ഇൻപുട്ട് ഇമ്പിഡൻസിനും ഔട്ട്പുട്ട് ഇമ്പിഡൻസിനും മാറ്റം ഉണ്ടാകും. ഇൻപുട്ട് ഇമ്പിഡൻസ് അത് ഇൻക്രീസ് ചെയ്യും, അത് വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ എന്താണ് വേരിയേഷൻ എന്ന് നമുക്ക് പുറകെ നോക്കാം. ഇൻപുട്ടും ഔട്ട്പുട്ടും ഇമ്പിഡൻസും മാറും. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതിന് ഓരോ പോയിൻറ്റും നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എസ്സേ കംപ്ലീറ്റ് ആകും. ഈ 6 പോയിൻറ്റും 6 ചെറിയ പാരഗ്രാഫ് അങ്ങോട്ട് എഴുതുകയാണെങ്കിൽ ഈ എസ്സേ പൂർണ്ണമാകും. വളരെ ഇമ്പോർട്ടൻ്റ് എസ്സേ ആണ്. തിയറി പാർട്ടൊന്നും ഇല്ല, ഓൺലി ഡിസ്ക്രിപ്ഷൻ മാത്രം കൊടുത്താലും മതി. തിയറി പാർട്ടില്ലാത്ത ഒരു ഇമ്പോർട്ടൻ്റ് എസ്സേ ആണ് ഈ അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നമ്പർ 1, ഗെയിൻ സ്റ്റെബിലിറ്റി ഓർ സ്റ്റെബിലൈസേഷൻ ഓഫ് ഗെയിൻ. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഗെയിൻ്റെ സ്റ്റെബിലൈസേഷനാണ്. നമുക്കറിയാം, ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എ ആണ്, ഫീഡ്ബാക്ക് നടത്തിയാൽ AF ആണ്. AFന് സ്റ്റെബിലിറ്റി ഉണ്ടാകും, ഗെയിൻ മാറില്ല എന്നർത്ഥം. The gain of an amplifier with a negative feedback is given by AF is equal to A by 1 plus AM. From the relation, it is clear that the gain AF remains constant, stabilized. This can be explained as follows. അപ്പോൾ ഒരു ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ AF is equal to A by 1 plus AM എന്നാണ്. ഈ സിമ്പിൾ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. A means
gain without feedback, AF is gain with the feedback, and A is the feedback ratio. അപ്പോൾ ഇതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ ഇക്വേഷൻ. ഇവിടെ ഈ സ്റ്റെബിലൈസേഷൻ നടത്തിയാൽ കിട്ടുന്ന ഗെയിനാണ് എ എഫ്, വോൾട്ടേജ് ഗെയിനാണ് എ എഫ്. എ എഫിന് മാറ്റം ഉണ്ടാകത്തില്ലത്, അല്ലെങ്കിൽ എ എഫ് കോൺസ്റ്റൻ്റായിട്ട് നിൽക്കും. എ എഫ് എന്നുള്ള വാല്യൂ സ്ഥിരമായിട്ട് നിൽക്കും. നേരെ മറിച്ച് എ ആണ് അങ്ങനെയല്ല. എ ആണെങ്കിൽ ചെറുതായിട്ട് മാറാം ഓരോ സിഗ്നലിലും, പക്ഷേ എ എഫിന് മാറ്റമില്ല. എന്തുകൊണ്ടാണെന്ന് നോക്കുക. വെൻ എ എം ഈസ് ലാർജ്, എ എം എന്നുള്ളത് ആ ലൂപ്പ് ഗെയിൻ. വെൻ എ എം ഈസ് ലാർജ്, that is AM is that when AM is large, 1 plus AM is nearly equal to AM. AM എന്നുള്ള ലൂപ്പ് ഗെയിൻ വളരെ കൂടിയാൽ അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിയാൽ വിലയ്ക്ക് വലിയ മാറ്റം വരുന്നില്ല. അതുകൊണ്ട് AM തന്നെ കൊടുക്കാം. അപ്പോൾ മുകളിലത്തെ ഇക്വേഷൻ ആ 1 plus AM എന്നുള്ളത് ഡിനോമിനേറ്ററിൽ AM എന്നായിട്ട് നമുക്ക് മാറ്റി എഴുതാം. സോ AF is A by AM. നോക്കിക്കേ, ഇവിടെ 1 plus AM ആണ്. ഈ എ എം വലുതാണെങ്കിൽ 1 നമുക്ക് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ എ എം എന്ന് മാത്രം എഴുതാം. അപ്പോൾ എ ഫീസ് എ ബൈ എ എം. എ ക്യാൻസൽ ചെയ്യും. എ ഫീസ് 1 by എം. ഈ എം എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് റേഷ്യോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഫ്രാക്ഷനാണ്. അത് ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിനെ ആശ്രയിക്കും. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് പ്രധാനമായിട്ടും റെസിസ്റ്റേഴ്സാണ്. റെസിസ്റ്റേഴ്സ് അങ്ങനെ ടെമ്പറേച്ചർ വെച്ച് പെട്ടെന്ന് മാറില്ല, കാര്യമായിട്ട് മാറില്ല. So if we have the equation 1 by m, that is the gain depends only on the feedback ratio m. Gain feedback ratio ne matra ആശ്രയിക്കുന്നു, which depends only on the feedback circuit. അത് ഫീഡ്ബാക്ക് സർക്യൂട്ടെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. എം എന്ന് പറയുന്ന ഫീഡ്ബാക്ക് റേഷ്യോ. ഫീഡ്ബാക്ക് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് പാസീവ് എലമെൻറ്റ്സ് ലൈക്ക് റെസിസ്റ്റേഴ്സ്. ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ റെസിസ്റ്റേഴ്സ് പോലെയുള്ള പാസീവ് എലമെൻറ്റ്സ് ആണ് ഉള്ളത്. The resistances are little affected by temperature variation, supply voltage, etc. This property of the feedback network enables it to stabilize the gain of the amplifier. അപ്പോൾ ഈ ഫീഡ്ബാക്ക് റേഷ്യോ എം അത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിനെ ആശ്രയിക്കും. ആ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ റെസിസ്റ്റേഴ്സാണ് ഉള്ളത്. ഈ റെസിസ്റ്റേഴ്സ് ഈ ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻ അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ് അതിനൊപ്പിച്ച് മാറുന്നതല്ല. എന്ന് പറഞ്ഞാൽ എ ഫിസിക്കൽ ടു 1 by m കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ റെസിസ്റ്റർ പോലെയുള്ള പാസീവ് എലമെൻറ്റ്സാണ് ഉള്ളത്. അത് ടെമ്പറേച്ചറോ സപ്ലൈ വോൾട്ടേജോ വെച്ച് മാറുന്നതല്ല. ആ കാരണത്താൽ സ്റ്റെബിലൈസ് ഈ ഫീഡ്ബാക്ക് ഗെയിൻ എ എഫ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സർക്യൂട്ട് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. ഈ നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആംപ്ലിഫയർ ഔട്ട്പുട്ട് ഉണ്ടാകും. ഔട്ട്പുട്ടിൻ്റെ കൂടെ നമുക്ക് ആവശ്യമില്ലാത്ത ചില വോൾട്ടേജ് ജനറേറ്റ് ചെയ്ത് വരാം. അത്തരം വോൾട്ടേജിനെ നമ്മൾ അൺവാണ്ടഡ് വോൾട്ടേജ് അല്ലെങ്കിൽ അൺഡിസൈഡ് വോൾട്ടേജ് അല്ലെങ്കിൽ നോയ്സ് എന്ന് പറയും. നോയ്സ് ആവശ്യമില്ലാത്തൊരു സംഗതിയാണ്. നമ്മൾ ഒട്ടും അവിടെ നമുക്ക് വേണ്ടാത്ത ഒരു വോൾട്ടേജാണ് നോയ്സ് വോൾട്ടേജ്. ഒരു ആംപ്ലിഫയറിൽ ഇൻപുട്ട് കൊടുത്താൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടിയാൽ മതി. പക്ഷേ ട്രാൻസിസ്റ്ററിൻ്റെ പല കാരണങ്ങളാൽ നോയ്സ് ഉണ്ടാകും. നോയ്സ് എന്ന് പറഞ്ഞാൽ അൺനെസറി വോൾട്ടേജ്, അത് കുറയും ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തിയാൽ. എങ്ങനെയാണെന്ന് നോക്ക്. The noise voltage reduces due to negative feedback. നെഗറ്റീവ് ഫീഡ്ബാക്ക് മൂലം നോയ്സ് വോൾട്ടേജ് കുറയും. ദിസ് നോയ്സ് വോൾട്ടേജ് ആഫ്റ്റർ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇസ് ഗിവൺ ബൈ, ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തി കഴിഞ്ഞാൽ ഉള്ള നോയ്സ് വോൾട്ടേജ് ഇക്വേഷൻ NF is n by 1 plus AM എന്നാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ AF is equal to A by 1 plus AM എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഇക്വേഷനാണ്. പക്ഷേ ടോപ്പിൽ NF N ആണ്, താഴെ ഏതിനാണ് കേട്ടോ. അപ്പോൾ NF is equal to n by 1 plus AM. N എന്ന് പറഞ്ഞാൽ നോയ്സ് വോൾട്ടേജ് വിത്തൗട്ട് ഫീഡ്ബാക്ക്, NF is നോയ്സ് വോൾട്ടേജ് വിത്ത് ഫീഡ്ബാക്ക്. വേർ N is the നോയ്സ് വോൾട്ടേജ് വിത്തൗട്ട് ഫീഡ്ബാക്ക്. അപ്പോൾ ഈ താഴെ 1 plus AM എന്നൊരു വലിയ സംഖ്യ വരുന്നതുകൊണ്ട് നോയ്സ് വോൾട്ടേജ് കുറയുകയാണ്. ഇനി അടുത്തത് ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്കറിയാമല്ലോ. ഈ ഇൻപുട്ട് ഫ്രീക്വൻസിയും
ആംപ്ലിഫയർ ഗെയിനും തമ്മിൽ വരയ്ക്കുന്ന ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓർ ബാൻഡ് വിഡ്ത്ത് എൻഹാൻസ്മെൻറ്റ്. ദ ഗ്രാഫ് ബിറ്റ്വീൻ ബിറ്റ്വീൻ എന്ന് പൂർണ്ണമായിട്ട് എഴുതാം. ബിറ്റ്വീൻ ദ ഗ്രാഫ് ബിറ്റ്വീൻ ദ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ആൻഡ് ദി ഫ്രീക്വൻസി ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ ഈസ് കോൾഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. എക്സ് ആക്സിൽ ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസി എടുക്കണം, വൈ ആക്സിൽ ഗെയിൻ എടുക്കണം ആംപ്ലിഫയറിൻ്റെ. അപ്പോൾ കിട്ടുന്ന ഗ്രാഫാണ് ഈ ഫ്രീക്വൻസി റെസ്പോൺസ്. ഇപ്പോൾ നമ്മളിവിടെ ഈ ചിത്രത്തിൽ 2 ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഒരു ടോപ്പിലുള്ള ഗ്രാഫ്, ബോട്ടമുള്ള ഗ്രാഫ്. അപ്പോൾ ടോപ്പിലുള്ള ഗ്രാഫ് ഇവിടെ ഫ്രീക്വൻസി റെസ്പോൺസ് വിത്തൗട്ട് ഫീഡ്ബാക്കാണ്, താഴെയുള്ളത് വിത്ത് ഫീഡ്ബാക്കാണ്. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് മിഡ് ഫ്രീക്വൻസി വിത്തൗട്ട് ഫീഡ്ബാക്ക് ടോപ്പിലാണ്, വിത്ത് ഫീഡ്ബാക്ക് താഴെയാണ്. അപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് നടത്തുമ്പോൾ ആ ഹോറിസോണ്ടൽ പോർഷനുള്ള ഗ്രാഫിൻ്റെ ഹോറിസോണ്ടൽ പോർഷൻ അത് കുറച്ച് നീളം കൂടുന്നത് കാണാം. കട്ട് ഓഫ് ഫ്രീക്വൻസി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നേരത്തെ F1 F2 ആണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് F2 - F1 ആണ്. അത് മാറിയിട്ട് പുതിയ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി F1' അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി F2' ആകുമ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടും. ബാൻഡ് വിഡ്ത്ത് കൂടുമെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി റെസ്പോൺസിന് ഇമ്പ്രൂവ്മെൻ്റാണ്. ഇപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ താഴ്ന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എ ഗ്രാഫ് കണക്റ്റിംഗ് ഗെയിൻ ഓൺ ദി വൈ ആക്സിസ് ആൻഡ് frequency of the input signal on the x-axis. When negative feedback is given to an amplifier, the frequency response increases. ആ ഹോറിസോണ്ടൽ പോർഷൻ ഉണ്ടല്ലോ, മിഡ് ഫ്രീക്വൻസി പോർഷൻ, അത് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസസ്. ഫ്രീക്വൻസി റെസ്പോൺസ് ഇൻക്രീസ് ചെയ്ത് ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. ദിസ് ഈസ് ബിക്കോസ് the gain of the amplifier ഈസ് 1/m. ഇപ്പോൾ 1/m ഒരു കോൺസ്റ്റൻ്റാണ്. ആ കാരണം കൊണ്ടാണ് ഈ ഗെയിൻ കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്നതും പിന്നെ ഫ്രീക്വൻസി മാറിയാലും ആ മിഡ് ഫ്രീക്വൻസി ഗെയിന് മാറ്റമില്ലാതെ വരുന്നത്. ദ വാല്യൂ ഓഫ് എം ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇൻപുട്ട് ഫ്രീക്വൻസി. ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദി ആംപ്ലിഫയർ വിത്ത് ആൻഡ് വിത്തൗട്ട് ഫീഡ്ബാക്ക് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ആ ഗ്രാഫിൽ ടോപ്പിൽ കാണുന്നത് വിത്തൗട്ട് ഫീഡ്ബാക്ക് ഗ്രാഫാണ്, ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. താഴെ കാണുന്നത് അതിന് ഹോറിസോണ്ടൽ പോർഷൻ കൂടുതലാണ്. കട്ട് ഓഫ് ഫ്രീക്വൻസി F1' ഇപ്പുറത്തും F2' വളരെ വലത്തും വരും. ബാൻഡ് വിഡ്ത്ത് കൂടും. ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആൻ ആംപ്ലിഫയർ വിത്ത് ആൻഡ് വിത്തൗട്ട് ഫീഡ്ബാക്ക് ഈസ് ഷോൺ ഇൻ ദി ഫിഗർ. ആഫ്റ്റർ ഫീഡ്ബാക്ക് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ചേഞ്ചസ്. ഫീഡ്ബാക്ക് നടത്തിയാൽ കട്ട് ഓഫ് ഫ്രീക്വൻസി മാറും. The lower cutoff frequency becomes F1' is F1/1 plus AM. Lower cutoff frequency F1' F1/1 plus AM ആണ്. upper cutoff frequency becomes F2', അത് F2/1 plus AM ആണ്. അപ്പോൾ ഈ രണ്ട് റിലേഷനും പ്രത്യേകം ഓർത്തിരിക്കണം. F1' F1-ക്കാൾ കുറവാണ്. അങ്ങനെ കുറവാകാൻ കാരണം 1 plus AM കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുകയാണ്. F2' F2-നേക്കാൾ വലുതാണ്. അതിന് കാരണം F2-ന് 1 plus AM കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഈ രണ്ട് ഫോർമുലയും പ്രത്യേകം ഓർക്കണം. F1' is F1/1 plus AM ആൻഡ് F2' is F2 into 1 plus AM. അപ്പോൾ F1' ലെസ് ദാൻ F1 ആണ്, F2' ഗ്രേറ്റർ ദാൻ F2 ആണ്. എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്തു എന്നർത്ഥം. ഇനി അടുത്തത് 4ാമത്തെ പോയിൻ്റ്, ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ലീനിയാരിറ്റി ആൻഡ് സിഗ്നൽ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. ഈ ലീനിയാരിറ്റിയിലും സിഗ്നൽ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, അത് വായിക്കുന്നത് ശരിക്കും നോക്കുക. ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ആംപ്ലിഫയർ ഈസ് കോൾഡ്, ഇറ്റ് ഈസ് എ ലീനിയാരിറ്റി കർവ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അതിൻ്റെ ലീനിയാരിറ്റി കർവ് എന്ന് പറയുന്നത്. ലീനിയാരിറ്റി കർവ് ഇവിടെ നമ്മൾ ഫീഡ്ബാക്ക് നടത്തുമ്പോഴുള്ള കർവാണ് കാണിച്ചിരിക്കുന്നത്. മുകളിൽ വിത്തൗട്ട് ഫീഡ്ബാക്കാണ്, താഴത്തെ കർവ് വിത്ത് ഫീഡ്ബാക്കാണ്. ഒരേ ആംപ്ലിഫയറാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഒരു ആംപ്ലിഫയറിന് ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് ഗ്രാഫ് വരൊക്കെയാണ്. മുകളിലത്തെ ഗ്രാഫ് വിത്തൗട്ട് ഫീഡ്ബാക്കാണ്, താഴത്തെ വിത്ത് ഫീഡ്ബാക്കാണ്. അപ്പോൾ ഫീഡ്ബാക്ക് നടത്തുമ്പോൾ ആ സ്ലോപ്പ് അങ്ങോട്ട് കുറഞ്ഞു കേട്ടോ. സ്ലോപ്പ് അറിയാമല്ലോ, വെർട്ടിക്കലായിട്ട് നേരെ വെർട്ടിക്കലാണെങ്കിൽ സ്ലോപ്പ് ഇൻഫിനിറ്റി ആയിരിക്കും, ഹോറിസോണ്ടൽ ആണെങ്കിൽ സ്ലോപ്പ് 0 ആയിരിക്കും. അപ്പോൾ ടോപ്പിലെ കർവിന് സ്ലോപ്പ് കൂടുതലും
ബോട്ടമിലെ കർവിന് സ്ലോപ്പ് കുറവാണ്. അപ്പോൾ സ്ലോപ്പ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സ്ട്രെയിറ്റ് ലൈൻ, ആ ലീനിയാരിറ്റി കൂടിയെന്നർത്ഥം. ഫിഗർ ഷോസ് ദ ലീനിയാരിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് an amplifier with and without negative feedback. The slope of the curve gives gain of the amplifier. ആ കർവിൻ്റെ സ്ലോപ്പ് ഗെയിൻ തരും. സ്ലോപ്പ് വേണം അറിയാമല്ലോ. നമ്മളൊരു ട്രയാങ്കിൾ വരച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എടുത്താൽ മതി. അങ്ങനെ എടുക്കുമ്പോൾ സ്ലോപ്പ് എ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഒ ബൈ ഡെൽറ്റ വി ഐ. അങ്ങനെയാണ് സ്ലോപ്പ് കാണുന്നത്, സ്ലോപ്പ് എ വി ഓർ വോൾട്ടേജ് ഗെയിൻ. From the graph, it is clear that maximum input voltage or signal handling capacity increases with the negative feedback. Also non-linear distortion is decreased. Non-linear distortion കുറയ്ക്കും. ലീനിയാരിറ്റി കൂടും, സിഗ്നൽ ഹാൻഡിൽ കപ്പാസിറ്റി കൂടും, പിന്നെ നോൺ ലീനിയർ ഡിസ്റ്റോഷൻ കുറയും. അടുത്തത് അഞ്ചാമത്തെ പോയിന്റ് റിഡക്ഷൻ ഡിസ്റ്റോഷൻ. ഇത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഡിസ്റ്റോഷൻ വോൾട്ടേജ് അത് നോയ്സ് വോൾട്ടേജ് പോലെയുള്ള ഒരു വോൾട്ടേജാണ്. ഈ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത് വേവ് ഫോമിൻ്റെ മാറ്റാണ്. ഇൻപുട്ട് ഫോമിന് അതേ ഷേപ്പിൽ തന്നെ മാഗ്നിഫൈഡ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം വരേണ്ടതാണ്. ചില കേസിൽ ഈ ഔട്ട്പുട്ട് വേവ് ഫോമിന് അല്പം ഡീവിയേഷൻ ഉണ്ടാകും. ആ ഡീവിയേഷനെ ഡിസ്റ്റോഷനാണ് പറയുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തിയാൽ ഡിസ്റ്റോഷൻ കുറയും. എങ്ങനെ നോക്കും. ലെറ്റ് ഡി ബി ദി സെയിം റിലേഷൻ കേട്ടോ. നമ്മൾ ആ നോയ്സ് വോൾട്ടേജിന് എഴുതിയ അതേ റിലേഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ലെറ്റ് ഡി ബി ദ ഡിസ്റ്റോഷൻ വോൾട്ടേജ് ഓഫ് ആൻ ആംപ്ലിഫയർ വിത്ത് ഗെയിൻ എ. When negative feedback is given, the distortion becomes df. It is found that df is equal to d by 1 plus am. nf is equal to n by 1 plus am എന്ന് പറഞ്ഞ പോലെയാണ്. df is equal to d by 1 plus am. ആ ഡിനോമിനേറ്റർ 1 plus am വരുന്നതുകൊണ്ട് ആദ്യമുള്ള ഡിസ്റ്റോഷനാണ് ക്യാപിറ്റൽ ഡി. നമ്മൾ ഫീഡ്ബാക്ക് നടത്തി കഴിഞ്ഞാൽ ഡിസ്റ്റോഷനാണ് ഡി എഫ്. ഡി എഫ് ഈസ് ഡി ബൈ 1 പ്ലസ് എ എം. 1 പ്ലസ് എ എം എന്ന് പറയുന്ന സംഖ്യ ഒന്നിനേക്കാൾ കൂടുതലാണല്ലോ. ഒന്നിനേക്കാൾ കൂടുതലാകുമ്പോൾ ഡി എഫ് കുറയും. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ഡി എഫ് കുറയും എന്ന് പറയാം. വേർ എം ഈസ് ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ, ദാറ്റ് ഈസ് ഡിസ്റ്റോഷൻ ഡിക്രീസസ് ഡ്യൂ ടു നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഡിസ്റ്റോഷൻ വോൾട്ടേജ് നോയ്സ് വോൾട്ടേജ് കുറയുന്നത് പോലെ നെഗറ്റീവ് ഫീഡ്ബാക്ക് വെച്ച് കുറയും. ഇനി നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ അഡ്വാൻറ്റേജ് ലാസ്റ്റ് പോയിന്റ്. ദ അഡ്വാൻറ്റേജ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ലാസ്റ്റ് പോയിന്റ്. ആറാമത്തെ പോയിന്റ്, ചേഞ്ച് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇമ്പഡൻസുകളിലെ മാറ്റം. ദ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻക്രീസ് ദ ഇൻപുട്ട് ഇമ്പഡൻസ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈ ഇൻപുട്ട് ഇമ്പഡൻസ് കൂട്ടും. അതുപോലെ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഔട്ട്പുട്ട് ഇമ്പഡൻസ് കുറയ്ക്കും. The negative feedback increases the input impedance and decreases the output impedance. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇമ്പഡൻസ് കൂടുക, ഔട്ട്പുട്ട് ഇമ്പഡൻസ് കുറയുക എന്നുള്ളത് പലപ്പോഴും അഡ്വാൻറ്റേജസാണ്. അതുകൊണ്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തിയാൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഇൻപുട്ട് ഇമ്പഡൻസ് കൂടുന്നതും ഔട്ട്പുട്ട് ഇമ്പഡൻസ് കുറയുന്നതും അഡ്വാൻറ്റേജസാണ്. The negative feedback increases the input impedance and decreases the output impedance of an amplifier. Such a change is profitable. ഇത്തരമൊരു മാറ്റം ലാഭകരമാണെന്ന്, പ്രോഫിറ്റബിളാണ്, ലാഭദായകമാണ്. Such a change is profitable and profitable in practice as the amplifier can then serve the purpose of impedance matching.
ഇമ്പൾസ് മാച്ചിങ് എന്നൊരു ടേം നമ്മൾ ആംപ്ലിഫയറിൽ പഠിക്കുന്നതാണ്. അതായത് ഈ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു ആംപ്ലിഫയറിൽ നിന്ന് ലൗഡ് സ്പീക്കറിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവിടെ ഇമ്പൾസ് മാച്ചിങ് വേണം എന്നുള്ള കാര്യം പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇമ്പൾസ് കൂടുകയും ഔട്ട്പുട്ട് ഇമ്പൾസ് കുറയുകയും ചെയ്താൽ അത് ഇമ്പൾസ് മാച്ചിങ്ങിന് സൂട്ടബിളായിട്ട് മാറും. നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തുമ്പോൾ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇമ്പൾസ് കൂടുകയും ഔട്ട്പുട്ട് ഇമ്പൾസ് കുറയുകയും ചെയ്യുന്നത് ഇമ്പൾസ് മാച്ചിങ് വിശദമായിട്ട് പഠിക്കാം. ഇമ്പൾസ് മാച്ചിങ് എന്ന പ്രോസസ്സിന് പ്രയോജനപ്പെടും. അതുകൊണ്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ അതിന് ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് സെറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് what are the advantages of negative feedback upon the performance of an amplifier? ഒരു ആംപ്ലിഫയറിൻ്റെ പെർഫോമൻസിൽ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ മേന്മകൾ എന്തെല്ലാം? 6 പോയിൻറ്റും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ ബൈ കൺസിഡറിങ് എ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആ ബ്ലോക്ക് ഡയഗ്രം എന്ന് വരച്ചാലും മതി. ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് വരച്ചിട്ട് നമ്മൾ ആ ബ്ലോക്ക് ഡയഗ്രാം വരച്ചിട്ട് ഈ 6 പ്രോപ്പർട്ടി 6 അഡ്വാൻറ്റേജസ് എഴുതുക. ഫുൾ മാർക്ക് കിട്ടും. ഇനി അവശേഷിക്കുന്ന പ്രോബ്ലമാണ്. അതിൻ്റെ ഇക്വേഷൻ A/1+AM. ആ പ്രോബ്ലം സെറ്റ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു വെരി മച്ച്.